ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരന്റെ വീട് സുരക്ഷാ സേന പൂർണ്ണമായി തന്നെ തകർത്തിരിക്കുകയാണ്. ഇത് അവർക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണല്ലോ. ഇങ്ങനെയാണ് രാജ്യം പ്രതികരിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിരപരാധികളായ ജനങ്ങളുടെയും രാജ്യത്തിൻ്റെ പക്ഷേ അരുന്ധതി റോയ് അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ എന്താ അവർക്കും ഇല്ലേ മനുഷ്യാവകാശം? അല്ല, ഈ അരുന്ധതി റോയും ടീമുകളൊക്കെയാണ് നമ്മളെ അർബൻ നക്സൽസ് എന്ന് പറയുന്നത്. അവർ ഈ തീവ്രവാദികൾ ബോംബിട്ട് പൊട്ടിക്കുമ്പോൾ ഇവർ ജനങ്ങളുടെ മനസ്സിലാണ് ബോംബ് പൊട്ടിക്കുന്നത്. നിരപരാധിയ ആളുകളെ അവർ മറ്റവരെ ബോംബിട്ട് പൊട്ടിക്കുമ്പോൾ അരുന്ധതി റോയെ പോലുള്ള അർബൻ നക്സൽസുകൾ ചെയ്യുന്നത് എന്താ, ഈ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ ബോംബിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത്. ആ കാലമൊക്കെ പോയി. അരുന്ധതി റോയ്ക്കൊന്നും ഇനി ഇന്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകാൻ കഴിയില്ല. അവരുടെ പൂച്ച പുറത്തായി കഴിഞ്ഞു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യം 2047 ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായി മാറും, വികസിത രാജ്യമായി മാറും എന്ന പ്രഖ്യാപനത്തോടുകൂടി രാജ്യത്തെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള മിനിസ്റ്റർമാർ നീങ്ങുന്ന സമയത്ത്, ആ പാർട്ടി നീങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രാജ്യത്തെ കലാപമുണ്ടാക്കി ഇവിടെയുള്ള നിക്ഷേപം തടയാനും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഒരു ഭീതി വരുത്തുക. ഇന്ത്യ സുരക്ഷിതമായ ഒരു സ്ഥലമല്ല, എവിടെ പോയാലും പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ ലക്ഷ്യം. അങ്ങനെ ചിന്തിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും ഒക്കെ ഈ പറഞ്ഞതുപോലെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്. ഇത് മുമ്പും ചെയ്തു. പഹൽഗാമിലെ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ട് അവിടെ പാവപ്പെട്ട ആളുകളെ വെടിവെച്ച് പോകുന്നവൻ്റെ വീടുകൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഈ നബിയുടെ വീട്, ഉമർ നബിയുടെ വീട് IED ബ്ലാസ്റ്റിൽ കൂടെയാണ് സംബന്ധം. പുൽവാമയിലാണ് IED ബ്ലാസ്റ്റിൽ കൂടെയാണ് തകർത്തത്. ഇത് തന്നെ വേണം. കാര്യം ഇത് വലിയൊരു സന്ദേശമായിട്ട് പോകണം. ഇത് വലിയൊരു മെസ്സേജാണ് തീവ്രവാദികൾക്ക്, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, അവരുടെ ആസൂത്രകർക്കുള്ള വലിയൊരു സന്ദേശമാണ്. അങ്ങനെയുള്ളവൻ രാജ്യത്തിന് വേണ്ട എന്നുള്ള തീരുമാനമായിരിക്കണം. പക്ഷേ ഈ ആക്രമണത്തിന് പിന്നാലെ നാം കണ്ടത് ഈ ഭീകരവാദി ഉൾപ്പെടെ വെള്ളപൂശാനുള്ള ഒരു നിലപാടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ, ഈ ഭീകരവാദിയുടെ അമ്മയുടെ ബൈറ്റ് എടുക്കുന്നു, അതോടൊപ്പം തന്നെ ഭാര്യയുടെ ബൈറ്റ് എടുക്കുന്നു. അതിൽ അവർ പറയുകയാണ് ഇദ്ദേഹം പാവമാണ്, അങ്ങനെ ആരോട് സംസാരിക്കില്ല, പഠിക്കാൻ മിടുക്കനാണ്. അങ്ങനെ വെള്ളപൂശുന്നവർ ഇതിനെതിരെ രംഗത്ത് വരുമല്ലോ. കാരണം ഈ ഭീകരവാദിയെ വെള്ളപൂശാൻ ഇറങ്ങിയവർക്ക് ഇനി അദ്ദേഹത്തിന്റെ വീട് പറയാനൊരു കാരണമായി. അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും സാധാരണക്കാരായ അവർ താമസിച്ചിരുന്ന കെട്ടിടം ഇന്ത്യയുടെ സുരക്ഷാ സേന തകർത്തുവെന്ന് ഒരു അജണ്ട ഉടൻ വരുമോ കേരളത്തിൽ? തീർച്ചയായിട്ടും. അല്ല, ഇത് ആദ്യമായിട്ടല്ലല്ലോ. അജ്മൽ കസവ് ബോംബെ സ്ഫോടനം നടത്തിയ സമയത്ത്, ഗീലാനി, ഇങ്ങനെ എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം ആ സമയത്തെല്ലാം ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അവർ സംശയിക്കുകയോ ചെയ്തപ്പോഴെല്ലാം ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അർബൻ നക്സൽസിനെ പിന്താങ്ങുന്ന ഒരു മീഡിയ വിഭാഗമുണ്ട്. ലുട്യൻസ് മീഡിയ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ലുട്യൻസ് മീഡിയയാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാര്യം അവിടെ പോയി എല്ലാ ദിവസവും ഉമർ പാൽ കുടിക്കാൻ വരുമായിരുന്നു, കുഞ്ഞുങ്ങളെ കണ്ട ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു, ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സെൻറ്റിമെൻ്റലായിട്ടുള്ള ചില രീതികളുണ്ടല്ലോ, അത് ഇറക്കി വിടും. ഇതെന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ വിഭാഗം ആളുകളിൽ ഇതൊരു മാറ്റം ഉണ്ടാകും. പക്ഷേ ഇവൻ കഴിഞ്ഞ ഈ 13 പേരെ ബോംബ് വെച്ച് കൊന്നതാണ്, 10-20 പേര് മരണത്തോടെ മല്ലടിക്കുകയാണ്. അത് ഇവരൊരിക്കലും ഒരു വിഷയമായിട്ട് എടുക്കില്ല. മാത്രമല്ല, ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള മുന്നണികൾ പറഞ്ഞത് എന്താ, ഗവൺമെൻറ്റിൻ്റെ പരാജയമാണ്, ഇൻ്റലിജൻസ് ഏജൻസിയുടെ പരാജയമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോഴും അവരുടെ കരുതൽ നോക്കിക്കോണം. തീവ്രവാദികളെ കുറ്റം പറയുന്നില്ല, സർക്കാരിനെയാണ് കുറ്റം പറയുക. തീവ്രവാദികളെ കുറ്റപ്പെടുത്താൻ അവർക്ക് മടിയാണ്. അത് പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നു. അർബൻ നക്സൽസും ലുട്യൻസ് മീഡിയയും കൂടി ചെയ്യുന്നതെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ വെള്ളപൂശി, ഇവർ ചെയ്തത് അതുകൊണ്ടൊന്നും അല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാണ്, അവരെ ഉപദ്രവിക്കരുത്, അവർക്ക് പറ്റിപ്പോയതാണ്, തെറ്റുപറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കുക. ഈ രക്ഷപ്പെടുത്തിയെടുത്തിട്ട് എന്താ സംഭവിക്കുക? ഈ കണക്ഷൻസ് മറ്റു പലരിലേക്കും ചെല്ലും. കാര്യം ഇത് ഇവരെ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലല്ലോ, ഇതിനെ ആസൂത്രണം ചെയ്യുന്ന വലിയൊരു കണ്ണി ഉണ്ടാവും പിന്നാലെ. ആ കണ്ണികളിലേക്ക് എത്താതിരിക്കുക, ഈ ഉള്ള സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുക, അതിനെ തകർക്കുക. പക്ഷേ നിലവിലുള്ള ഭരണവ്യവസ്ഥ അങ്ങനെയല്ല. കാരണം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ് പുറകെ പോകും. ഇപ്പോൾ നോക്കുള്ളൂ, 5 സംസ്ഥാനങ്ങളിൽ ATS രൂപീകരിക്കപ്പെട്ടു ഈ ഒറ്റ വിഷയത്തിന് വേണ്ടി മാത്രം. കഴിഞ്ഞ ദിവസം 5 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഉമർ നബി ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത 2 സുഹൃത്തുക്കൾ, ക്ലാസ്മേറ്റായ 2 ഡോക്ടർമാർ, ഇങ്ങനെ 5 ആൾ, ഒരു ലേഡി ഡോക്ടർ ഉണ്ടല്ലോ, ഷഹീൻ സായിദ് എന്ന് പറയുന്ന ലേഡി ഡോക്ടർ, ഇങ്ങനെ 5 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇവരെല്ലാം എവിടെയാണ്? അൽഫല യൂണിവേഴ്സിറ്റിയിൽ, സഹാറൻപൂരിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ആണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ മെഡിക്കൽ കോളേജിൽ. ഇന്ന് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ ഇവരുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്തു ഈ യൂണിവേഴ്സിറ്റിയുടെ. അതിൻ്റെ മാനേജിങ് ട്രസ്റ്റ് തന്നെ
ഇച്ചിരി തീവ്രവാദ ബന്ധമുള്ള ആളുകളാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ അപ്പോൾ അവർ എത്രത്തോളം അവിടെ ഒരു പ്രൊഡക്ഷൻ നടത്തി കാണും തീവ്രവാദികളുടെ ഒരു തീർച്ചയായിട്ടും. കാരണം ഈ 2900 കിലോ അമോണിയം നൈട്രേറ്റ് അവർ കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ശേഖരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ശേഖരിക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ആളുകളോട് പറഞ്ഞെന്നറിയാം ഇത് വളമാണ് എന്നാണ് പറഞ്ഞത്. ആളുകൾക്ക് അറിയില്ലല്ലോ. ഈ പലയിടത്തും കൊണ്ട് ഇങ്ങനെ അട്ടിയിട്ട് വയ്ക്കുമ്പോഴേക്കും അവർ കരുതുന്നത് വളമായിരിക്കും ഓക്കെ എന്ന് കരുതും. പക്ഷേ ഈ 3 വർഷം എടുത്തിട്ട് ഇത്രയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു. മാത്രമല്ല ഈ പൊട്ടിത്തെറിച്ച കാറ് കൂടാതെ വേറെ 32 കാറുകൾ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും 2900 കിലോ അമോണിയം നൈട്രേറ്റ് 32 കാറുകളിലായിട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച് പൊട്ടിക്കാനൊരു പ്ലാൻ. അത് ഡിസംബർ 6 കേൾക്കുന്നുണ്ട്, ജനുവരി 26 കേൾക്കുന്നുണ്ട്. പക്ഷേ അത് വലിയൊരു ഗൂഢാലോചനയാണ്. നമ്മുടെ ഒരു മോഹൻലാലിൻ്റെ സിനിമയുണ്ട് ബാബ കല്യാൺ. പിന്നെ അതിൽ സമാനമായ ഒരു സംഭവം പറയുന്നുണ്ട് അല്ലേ. ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ വിൽക്കുകയും അത് തീവ്രവാദി അത് വാങ്ങിയിട്ട് അതിൽ ബോംബ് വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എത്രയോ വർഷം മുമ്പ് വന്ന ഒരു സിനിമയാണ്. ആ സിനിമയുടെ കാര്യങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുകയാണ്, അത് സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ കൃത്യമായിട്ട് ഈ റൂട്ട് കണ്ടുപിടിച്ച് എന്ത് ചെയ്തു, ഇവരെ പൂട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ എന്താണ് ഒരു വീഴ്ച എന്നൊക്കെ പറയാൻ കഴിയില്ല, അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സാധനം പറ്റിയിട്ടുണ്ടാവുക. അതായത് ഒരു പോസ്റ്റർ എന്നാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. ഡോക്ടർ ആദിൽ എന്ന് പറയുന്ന പിന്നെ അദ്ദേഹം അല്ല ഈ എന്താണ് കാശ്മീരിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചു ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായിട്ട്. അത് അവിടുത്തെ ഒരു ACPക്ക് സംശയം തോന്നി. അതിൽ തുടങ്ങിയ അന്വേഷണമാണ് ഈ 2900 കിലോ അമോണിയം നൈട്രേറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവരുടെ സ്ഫോടനത്തിൽ വരെ എത്തുന്നത് വെപ്രാളത്തിലാണല്ലോ ആയിരിക്കാം. അവർ ഈ പറഞ്ഞതുപോലെ പിടിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഇനിയിപ്പം പിടിച്ചു വെക്കാൻ കഴിയില്ല എന്ന് കരുതിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ പൊട്ടിത്തെറിച്ചു. അതുകൊണ്ടാണ് വലിയ കാഷ്വാലിറ്റി ഉണ്ടാക്കാൻ പറ്റാതെ പോയത്. പെട്ടെന്ന് ഒരു വെപ്രാളത്തിൽ ചെയ്തുകൊണ്ടായിരിക്കാം ഈ 13 പേരിൽ ഒതുങ്ങിയത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളിലേക്ക് മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു പുതിയൊരു വിവരം വന്നിട്ടുള്ളത്, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡോക്ടർ ആദിൽ പുള്ളി കശ്മീരി സ്ത്രീകളെ ഉപയോഗിച്ച് ഈ സഹാറൻപൂരിലെ ഡോക്ടർമാരെ ഹണി ട്രാപ്പിൽ കുടുക്കിയെന്നാണ് ഏറ്റവും പുതുതായിട്ട് അന്വേഷണ ഏജൻസിയിൽ നിന്ന് വരും. ഇയാളുടെ വാസസ്ഥലത്ത് നിന്നും കണ്ടെടുത്ത 14 മൊബൈൽ ഫോണുകൾ, ആ മൊബൈൽ ഫോണുകളിൽ ധാരാളം അശ്ലീല ചിത്രങ്ങൾ, സ്ത്രീകളുടെ ഇഷ്ടംപോലെ നമ്പറുകൾ, ഇതെല്ലാം അവർ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളെ ഉപയോഗിച്ച് ഡോക്ടർമാർ ഹണി ട്രാപ്പ് ചെയ്ത് തങ്ങളുടെ വലയിലാക്കി ഒന്നി ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയോ ഈ ആളുകളെ തങ്ങളുടെ വലയിൽ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ 32 കാറുകളായിട്ട് പല സ്ഥലത്തും കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കാനുള്ള പ്ലാനായിരുന്നു ഡോക്ടർ ആദിലിനുണ്ടായിരുന്നു. നോക്കൂ, ഇത്ര ഈ വളരെ വലിയ ആസൂത്രണമാണിത്. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ കഴിയുന്ന തരത്തിലാണ് ഇവർ ആസൂത്രണം നടത്തിയിരിക്കുന്നത്. ഇവരെയൊക്കെ ഈ വെള്ള പൂശാൻ പോകുന്നവർ ഇതൊന്നും അറിയുന്നില്ലേ? അഥവാ ഈ സ്ഫോടനം നടന്നു, പ്രതികളാരെന്ന് അറിഞ്ഞില്ല, ഇതാരാണ് പൊട്ടിത്തെറിച്ചതെന്ന് അറിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ കേരളത്തിൽ ഉൾപ്പെടെ അജണ്ട വന്നല്ലോ, ബീഹാർ ഇലക്ഷൻ ആണ്. അതെ അതെ അതെ. അല്ല, കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടിൽ നിന്നും ഈ ഹൈന്ദവ പേരുള്ളവരാണ് പൊട്ടിത്തെറിച്ചതെന്ന് വിവരങ്ങൾ വരുന്നുണ്ട്. ചിലർ ഫേസ്ബുക്കിൽ പോസ്റ്റ്. അജ്മൽ കസബ് കയ്യിൽ മറ്റേ ചാട്ട് കെട്ടിയിരുന്നു ബോംബെ പിന്നെ തീവ്രവാദ ആക്രമണത്തിൽ. അന്ന് കോൺഗ്രസ് പറഞ്ഞാൽ എന്താ? അന്ന് കോൺഗ്രസിന്റെ സർക്കാരാണല്ലോ, UPA സർക്കാരാണല്ലേ, മൻമോഹൻ സിംഗ് ഭരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത്. അവരെന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈ പറഞ്ഞല്ല ഹിന്ദുത്വ ഭീകരനാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. ഒരു ചാട്ട് കണ്ടിട്ടാണ്. ഈ തീവ്രവാദികൾ വരുന്നത് അവർ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ, അവർക്കറിയില്ല എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അന്ന് ഈ പറഞ്ഞതുപോലെ അന്ന് ഈ അന്വേഷണ സംഘം ഈ സംഭവം വെളിച്ചത്ത് കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ആ ഒറ്റ സംഭവത്തോടെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ തീവ്രമായിട്ട് മുദ്രത്വമായിരുന്നു കോൺഗ്രസ്സുകാർ. മനസ്സിലായില്ലേ? എന്തോ ഈ പറഞ്ഞ ദൈവനിയോഗം കൊണ്ട് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റി ഇവൻ പാകിസ്ഥാൻകാരനാണ് എന്നും ഇവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വന്നതെന്നും ചിലപ്പോൾ കോൺഗ്രസ് പാർട്ടി അതിന് സഹായം കൊടുത്തതാണ്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഈ തീവ്രവാദികളെയൊക്കെ വിളിച്ച് ആദരിച്ച പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. നമ്മുടെ അറിയാമല്ലോ, ഗീലാനിയൊക്കെ വിളിച്ച് ആദരിക്കുകയും അവർ ചർച്ച ചെയ്യാനൊക്കെ പോയ സർക്കാരാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായത്. എത്ര ഗതിയാണെന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്നാണ് തീവ്രവാദികളുടെ വീട് IED ബോംബ് വെച്ച് ബ്ലാസ്റ്റ് ചെയ്ത് അതിനൊക്കെ വേരോടെ നശിപ്പിക്കുന്ന ദിവസം. ഇന്ത്യയിലെ ജനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളെ കൊന്നൊടുക്കാനായിട്ട് നടക്കുന്നവർ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.